ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 10 സൺസ്ക്രീനുകളെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഫേവറേറ്റ് ആണ് 10 സൺസ്ക്രീൻ ആണ്. ഇത് ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ്. ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാരാണെങ്കിൽ പഴയ വീഡിയോ കണ്ടുനോക്കുക, നിങ്ങൾക്കുള്ള റെക്കമെൻഡേഷൻസ് അതിനകത്തുണ്ട്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലക്ഷ്മി കൃഷ്ണൻ, ഞാൻ ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ചാനലിൽ കയറിയിട്ട് മറ്റുള്ള വീഡിയോസ് കണ്ട് ഈ വീഡിയോ കണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനകത്ത് ആദ്യത്തെ സൺസ്ക്രീൻ വിഷ്കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ വിത്ത് ഗോഡ് മിൽക്ക് SPF 50 ഉണ്ട്, PA++ ഉണ്ട്. എനിക്കറിയാൻ വയ്യാത്ത ഇത് എന്തുകൊണ്ട് ഈ സൺസ്ക്രീൻ ഇതുവരെ വൈറലായിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഒരു വീട്ടില് 2 മക്കളുണ്ട്, അതിനകത്ത് ഒരാൾ കുറച്ചധികം നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഫുൾ അതിനകത്തോട്ട് കൊടുക്കത്തില്ല. എക്സാക്ട്ലി സെയിം ആണ് ഈ സംഭവത്തിനും പറ്റിയത്. അതായത് നമ്മുടെ വിഷ്കെയറിന്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ ഇല്ലേ, അതായത് ഈ സൺസ്ക്രീൻ കാരണം ഒന്ന് ഡൗൺ ആയി പോയ ഒരു സൺസ്ക്രീൻ ആണ് വിറ്റാമിൻ സി സൺസ്ക്രീൻ എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ മറ്റേ സൺസ്ക്രീൻ പോലെ തന്നെ വളരെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ബ്ലെൻഡ് ആയിട്ട് പോകും. പിന്നെ ഇതിനകത്ത് നമുക്കൊരു വൈറ്റ് കാസ്റ്റ് ഇടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ ഒരു ഡാർക്ക്നെസ്സോ ഹെവിനെസ്സോ വിയർപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഈ സൺസ്ക്രീൻ ഇട്ട് വരാൻ പോകുന്നില്ല. മാത്രമല്ല ഇത് ഇടുമ്പോൾ ഒരു ചെറിയ കൂളിംഗ് എഫക്റ്റ് നമുക്ക് ഫീൽ ആവാനായിട്ട് പോകും. പിന്നെ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്, അതായത് ഇതിനകത്ത് കെമിക്കൽ ഫിൽറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മിനറൽ ഫിൽറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ വരുന്ന സൺസ്ക്രീൻ നമ്മൾ ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒക്ടൈൽ സാലിസിലേറ്റ്, ഹോമോസിലേറ്റ്, ആവോബെൻസീൻ, അതുപോലെ ഓക്ടോക്രിലീൻ, പിന്നെ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടും വരുന്ന UV ഫിൽറ്റേഴ്സ്. ഇനി ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ 2 ഫിംഗറിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സൺസ്ക്രീൻ നിങ്ങൾക്ക് അധികം എഫക്റ്റ് ആവത്തില്ല. കാരണം വളരെ ലൂസ് വെയിറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സൺസ്ക്രീൻ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഹൈഡ്രേഷനും തരത്തില്ല. പക്ഷെ നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ്, കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ, ഈവൻ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് ഫോക്സ്റ്റൈലിന്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ. ഇന്ന് ഗ്ലോ സൺസ്ക്രീൻ എന്ന് പേര് വരാൻ കാരണം ആദ്യം തന്നെ പറയാം, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഗ്ലോ കിട്ടും. നമ്മൾ ഒരു ഇന്നർ ഗ്ലോയിൽ അത് ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇതിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. പിന്നെ ഇത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ ഒരു ഗ്ലോയി എഫക്റ്റ് ഇതിന് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങോട്ട് തേച്ചങ്ങോട്ട് ഇതാക്കുകയും വേണ്ട. പിന്നെ ഇത് വൈറ്റ് കാസ്റ്റ് ലീരിയത്തിലെ ഒന്ന്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആവാൻ കാരണം, നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ സ്കിൻ ഡാർക്ക് ആവുകയോ അതല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വൈറ്റ് കാസ്റ്റ് ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഗ്രേയിഷ് അപ്പിയറൻസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ഇട്ടാൽ അതുണ്ടാവത്തില്ല. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് 3 UV ഫിൽറ്റേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ബെൻസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് ഒരു ഡാർക്ക്നെസ് വരുന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ വരത്തില്ല. കാരണം ഇതിനകത്ത് ട്രൈസോൺ, ടൈനോസോപ്സ്, DHHB എന്ന് പറയുന്ന 3 ഹൈബ്രിഡ് ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. കെമിക്കൽ ഫിൽറ്റേഴ്സ്, ഫിസിക്കൽ ഫിൽറ്റേഴ്സും ആണ് ഇതിനകത്തുള്ളത്. സോ ഈ ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക്നെസ് തരാനായിട്ടും പോണില്ല. അപ്പൊ എൻ്റെ ഒരു ഗോ ടു ഗ്ലോയി സ്കിൻ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് ഇത്. ഇത് ആക്ച്വലി ഇപ്പൊ നിങ്ങൾക്ക് പുറത്ത് പോകണം, നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ഒരു ഗ്ലോയി എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ് ഫോക്സ്റ്റൈലിന്റെ ഗോൾഡൻ അവർ ഗ്ലോ സൺസ്ക്രീൻ. മൂന്നാമത്തെ സൺസ്ക്രീൻ ആണ് ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ. ആക്ച്വലി ഇതിന്റെ ബോട്ടിൽ പെയിന്റ് ചെയ്ത് മിസ്സായിട്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ ആണ്. പക്ഷെ ഇതിനകത്ത് റെഡ് കളർ ഇതുള്ള ഒരു ബാൻഡ് ഉള്ള കവറിൽ റെഡ് കളർ ബാൻഡുള്ള സൺസ്ക്രീൻ ആണ്. ഇത് ആക്ച്വലി എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഡെഫിനറ്റ്ലി ഇത് SPF 50 PA++ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇതുകൊണ്ട് തന്നെ ഇതൊരു ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. ഇത് നമ്മുടെ ഒരു കുറച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയാണ്, എന്നാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൂടെ തരുന്നുണ്ട് സൺസ്ക്രീൻ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അതായത് ഇതിനകത്ത് ഒരു ടൈപ്പ് ഫിസിക്കൽ ഫിൽറ്റേഴ്സും ഇല്ല. ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് 3 കെമിക്കൽ ഫിൽറ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുന്ന, എന്നാൽ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് നമ്മൾ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറും എന്നല്ല, അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് 3 കെമിക്കൽ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒക്ടോസേറ്റ്, ആവോബെൻസിൻ, ഓക്സിബെൻസോൺ എന്ന് പറയുന്ന 3 ഫിൽറ്റേഴ്സ് ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. 3 FDA അപ്രൂവ് ആയിട്ടുള്ള കെമിക്കൽ ഫിൽറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരാനായിട്ട് പോണില്ല. അടുത്തതാണ് ഫിക്സ്റ്റർമയുടെ ഷാഡോ SPF 50+ PA3+ ഉള്ള ഒരു ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. ഇതും ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്, പക്ഷേ ഇതൊരു ക്രീം ബേസ്ഡ് ഫോർമുലേഷനിലുള്ള സൺസ്ക്രീൻ ആണ്. അതായത് ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നോർമൽ സ്കിൻകാർ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ സ്കിന്നിലോട്ട് അങ്ങനെ ഒന്ന് ഇതാവാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ലത് ഷാഡോ ജെല്ലാണ്. നമ്മൾ ഓൾറെഡി അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്.
ഓക്കെ, ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് മെയിനായിട്ട് 3 ഫിൽറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഒക്ടിനോസൈറ്റ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, ആവോബെൻസോൺ. ഈ 3 ഫിൽറ്റേഴ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇടുമ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും ഡാർക്ക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അവരിത് അവോയ്ഡ് ചെയ്യുക. അല്ലാത്ത ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. ഇതൊരു ഫാർമസി സൺസ്ക്രീനും കൂടെയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ സൺസ്ക്രീനെ പറ്റി അധികം അറിഞ്ഞൂടാത്ത സമയത്തൊക്കെ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സൺസ്ക്രീനുകളിൽ ഒന്നാണ് ഫിക്സ്ഡെർമയുടെ. ഈവൻ എനിക്ക് ഫസ്റ്റ് ഫിക്സ്ഡെർമയുടെ സൺസ്ക്രീൻ തരുന്നത് പോലും ഒരു ഡോക്ടറാണ്. സോ അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആണ് ഇത്. അഞ്ചാമത്താണ് അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ. സോറി, പഴയ ബോട്ടിലാണ്. ഇതിനകത്ത് എന്തായാലും പ്രൊഡക്ട്സ് ഒന്നും കാണില്ല, പക്ഷെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനാണ് എടുത്തത്. ഇതൊരു ക്രീം കൺസിസ്റ്റൻസിയിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് SPF 50 PA 3+ ആണ്. ഇതൊരു കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ്. അതായത് നമുക്ക് ചുരുക്കി പറയാം കെമിക്കൽ സൺസ്ക്രീൻ ആണ് ഇത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വിയർക്കുന്നു എന്ന് പറഞ്ഞത്. ചില ആൾക്കാർക്ക് കെമിക്കൽ സൺസ്ക്രീൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി ഇത് നമുക്ക് കൺസിസ്റ്റൻസിയിൽ അധികം ഫീൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കൊമഡോജനിക് ഏജൻസ്, അതായത് ഓപ്പോസ് ക്ലോഗ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നോർമൽ സ്കിൻകാർക്കോ കോമ്പിനേഷൻ സ്കിൻകാർക്കോ ഇത് സ്യൂട്ടബിൾ ആവണം എന്നില്ല. ഇതിനകത്ത് മെയിനായിട്ട് 3 UV ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. ഒക്ടിനോസൈറ്റ്, ആവോബെൻസോൺ, ഓക്സിബെൻസോൺ. ഇത് 3 ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കെമിക്കൽ സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞത്. അപ്പൊ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ ഫേവറബിൾ ആയിരിക്കും. ഡ്രൈ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ നോർമൽ സ്കിന്ന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില നോർമൽ സ്കിൻകാർക്ക് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷെ എനിക്ക് എന്തോ ഇത് വർക്ക് ആയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, അറിയത്തില്ല. മേ ബി ഞാൻ അന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് എന്റെ സിറത്തിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് 2 സിറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മോയ്സ്ചറൈസറൊക്കെ സ്കിപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്കധികം വിയർപ്പ് വരാത്തത്. പക്ഷെ നിങ്ങൾക്ക് ഇത് വിയർപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഡ്രൈ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ആണ് ഇത്. അടുത്തതാണ് പ്ലമ്മിന്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ. റൈസ് വാട്ടർ നയാസിനമൈഡ് റൈസ് ആ ഒരു സൺസ്ക്രീൻ. നിങ്ങൾക്ക് അക്വലോജിക്കയുടെ സൺസ്ക്രീൻ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീനിലോട്ട് യൂസ് ചെയ്യാം. കാരണം ഫിൽറ്റേഴ്സ് എല്ലാം ഒന്നാണ്, പക്ഷേ കാരണം അതിന്റെ കൺസിസ്റ്റൻസി കാരണമാണ് നിങ്ങൾക്ക് വർക്ക് ആയില്ല. ബാക്കി ഫിൽറ്റേഴ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഈ പ്ലമ്മിന്റെ ഈ സൺസ്ക്രീൻ. ഇതിനകത്ത് SPF 50 PA 3+ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇതൊരു ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. ഇത് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫിൽറ്റേഴ്സ് മാത്രമുള്ള സൺസ്ക്രീൻ ആണ്. നമ്മൾ ഏതൊക്കെയാണോ അക്വലോജിക്കൽ പറഞ്ഞ അതേ സെയിം ഫിൽറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്സിനോസൈറ്റ്, ആവോബെൻസോൺ, ഓക്സിബെൻസോൺ പോലെയുള്ള ഫിൽറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇനി വരുന്ന കൺഫ്യൂഷൻ കെമിക്കൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്താൽ, കാരണം കെമിക്കൽ എന്നുള്ള പേര് നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കില്ല, പക്ഷെ അല്ല FDA അപ്രൂവ് ആയിട്ടുള്ള കെമിക്കൽ ഫിൽറ്റേഴ്സുകൾ തന്നെയാണ് ഇതെല്ലാം. സോ നിങ്ങൾക്ക് ഗ്ലോബലി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസിയിലോട്ട് പോയാൽ നിങ്ങൾ അക്വലോജിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ കണക്ക്, പക്ഷെ എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി ലൈറ്റ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ കൺസിസ്റ്റൻസി പറഞ്ഞില്ലേ, അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ലൈറ്റ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ആക്ച്വലി എനിക്ക് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ എല്ലാം പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബോട്ടിലുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇല്ലാതുകൊണ്ടാണ് ബോട്ടിൽസ് കാണിച്ചു തരാത്തത്. സോ ആ ഒരു സൺസ്ക്രീൻ ഈ പ്ലമ്മിന്റെ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ അന്ന് വാങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കൊടുത്ത പൈസയ്ക്കുള്ള സാധനം തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങളത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് സൺസ്ക്രീൻസ് ഇടുമ്പോൾ ഒരു ഹെവിനെസ് തോന്നി, എന്നാൽ നിങ്ങൾക്ക് ഒരു തിക്കായിട്ടുള്ള സൺസ്ക്രീൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പ്ലമ്മിന്റെ സൺസ്ക്രീൻ. ആരാ പറഞ്ഞ കൊറിയക്കാരുടെ സൺസ്ക്രീൻ ഇട്ടിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്? ഡീകൺസ്ട്രക്റ്റ് ഡീകോഡ് ചെയ്ത്. ഇതാണ് അവരുടെ ഇൻവിസിബിൾ സൺസ്ക്രീൻ. ഇതിനകത്ത് SPF 50 PA 4+ ഉള്ള സൺസ്ക്രീൻ ആണ്. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടുമ്പോൾ നമുക്ക് തോന്നും, കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് തോന്നും ഒരു തിക്നെസ് ഉണ്ട്, പക്ഷെ ഇതൊന്ന് ഇട്ട് കഴിയുമ്പോൾ ഒരു ഗൂയി ഫിനിഷ് തോന്നും. എന്താ വെച്ചാൽ ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഇട്ട് നോക്കാം. ആ ഒരു ഇത് കണ്ട് നമ്മുടെ പെരത്ത് വെള്ളം വച്ചേക്കുന്നതിനൊക്കെ ആ ഒരു ഗ്ലോ ഇട്ട് ഇതിനി നിങ്ങൾക്കൊരു എന്താ പറയുന്നത് ഇട്ടു കുറച്ച് കഴിയുമ്പോൾ റെസിഡ്യൂ അങ്ങനെ ഒന്നും ഇടാനായിട്ട് പോണ ഒരു ഓയിലി സ്റ്റിക്നെസ് അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഫീൽ ആകാൻ പോണതാ. അങ്ങനെ സ്റ്റിക്നെസ്സോ ഹെവിനെസ്സോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ആവാനായിട്ട് പോണില്ല. ഇനി നിങ്ങൾ നമ്പർ ഓഫ് സിറംസ് യൂസ് ചെയ്താലും അതിന്റെ ടോപ്പിൽ ഇത് ഇടാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കും, ഇട്ട് 2 മിനിറ്റ് നമുക്കൊരു ഹെവിനെസ് തോന്നും, രണ്ടാമത്തെ സെഗ്മെന്റ്സ് ഇത് പോവുകയും ചെയ്യും. ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പൊ എന്റെ കറണ്ട് ഒബ്സർഷൻ കോസറെക്സ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സൺസ്ക്രീൻ ഒബ്സസ്ഡ് ആയത് വെച്ചാൽ വിഷ് കെയറിൽ സ്ഥിരം എന്റെ കയ്യിലുള്ളതാണ്. പക്ഷെ അതല്ല, എനിക്ക് വിഷ് കെയർ ഇടാൻ തോന്നാത്ത ദിവസങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഗ്ലോ വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിയതാണ് ഒബ്വിയസ്ലി. പക്ഷെ ഞാൻ ഫാൻ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. അതായത് SPF 50 ഉണ്ട്,
PA4+ ഉള്ളൊരു സൺസ്ക്രീനാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവോബെൻസോൺ, ഒക്ടിനോസേറ്റ്, ഒക്ടോക്രിലീൻ, ട്രൈസോൺ, അതിന് ടൈനോസോപ്സ്, ഇത്രയും ഫിൽറ്റേഴ്സ് ആണ് ഇതിനകത്ത് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് കോമൺലി കെമിക്കൽ ഫിൽറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു വൈറ്റ് കാസ്റ്റ് ഇടാൻ പോണില്ല, നിങ്ങൾക്ക് ഇത് റെസിഡ്യൂസ് ലീവ് ചെയ്യാൻ പോണില്ല, അതുപോലെ തന്നെ സ്കിന്നിന് ഒരു സ്റ്റിക്നെസ്സോ ഹെവിനെസ്സോ സ്വെറ്റിങ്ങോ ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പോണില്ല. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതൊരു വാട്ടർ റെസിസ്റ്റൻസ് സൺസ്ക്രീൻ ആണ്. അപ്പൊ നിങ്ങൾ മുഖം കഴുകി എന്ന് പറഞ്ഞിട്ട് ഇത് വെള്ളത്തിൽ ഒലിച്ചു പോകാനൊന്നും പോണില്ല. എട്ടാമത്താണ് ഡോക്ടർ ഷേത്തിന്റെ ഹെൽത്തി ആൻഡ് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ആക്സിഡന്റലി ബൈ ചെയ്താണ്, പക്ഷെ ഇതിന്റെ ബോക്സ് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഇത് എന്റെ സ്കിന്ന് സ്യൂട്ട് ആവത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ മാത്രം ഫോളോ അപ്പ് ചെയ്താൽ, നിങ്ങൾ നോർമൽ സ്കിന്നാണ്, നിങ്ങൾക്ക് സൺസ്ക്രീൻ മാത്രം ഫോളോ അപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സൺസ്ക്രീൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയി നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്കിൻ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഇത് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റും അതുപോലെ തന്നെ അതിനകത്ത് പെർഫ്യൂംസോ സ്മെല്ലോ ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ്. പിന്നെ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓയിലിനോ സാധാ നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. ഈവൻ ദ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇടത്തില്ല, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി. നിങ്ങൾ കുറച്ച് നേരം മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിലിടുമ്പോൾ ചിലപ്പോൾ ഒരു ഹെവിനെസ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നല്ല ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻകാർക്ക്, പിന്നെ നിങ്ങൾ നോർമൽ ആണ്, നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ബേസിക്കലി ഇതിന്റെ ഫിൽറ്റേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് 3 UV ഫിൽറ്റേഴ്സ് ആണ് ഉള്ളത്. ഒക്ടിനോസൈറ്റ്, ഒക്ടോക്രിലിൻ, ആവോബെൻസിൻ, ഇത്രയും 3 ഫിൽറ്റേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ഇത് വൈറ്റ് കാസ്റ്റ് ഇടാനായിട്ട് പോകില്ല. പിന്നെ ഇന്ത്യൻ ഡ്രൈ സ്കിൻകാർക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ് ഇത്. അടുത്തതാണ് ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ. ഇത് വളരെ ലൈറ്റ് വെയ്റ്റഡ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. നിങ്ങൾക്ക് ബാരിയർ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഇടുമ്പോൾ തന്നെ കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണ്. സോറി, എൻ്റെ ബോക്സ് മിസ്സായിട്ട് അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. പിന്നെ ഇതിന്റെ ഒരു UV ഫിൽറ്റേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞ് ഇതിനകത്ത് 6 UV ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് ഒക്ടിനോസൈറ്റ്, ആവോബെൻസോൺ, ഓക്സിബെൻസോൺ, DHHB, ഓക്ടൈൽ സാലിസിലേറ്റ്, അതുപോലെ ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇത്രയും 6 UV ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിന് ഡാമേജ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം പ്രൊട്ടക്ഷൻ ഇത് നമുക്ക് സ്കിന്നോട്ട് തരും. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഓക്ടൈൽ സാലിസിലേറ്റ് എന്ന് പറയുന്ന സാധനം, ഇത് ഇൻഡിവിജ്വലി ഒരു സൺസ്ക്രീൻ ഫിൽറ്റർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഉപകാരമില്ല. പക്ഷേ ഇത് മറ്റുള്ള സൺസ്ക്രീൻ ഫിൽറ്റേഴ്സിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ് ഈ ഓക്ടൈൽ സാലിസിലേറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ബാരിയർ ഡാമേജ് സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ. കാരണം ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല, അതുപോലെ സ്കിന്നിന് ഒരു കൂളിംഗ് എഫക്റ്റ് തരും. എന്നാൽ 2 ടൈപ്പ് UV ഫിൽറ്റേഴ്സും ഉണ്ട്, സോളിഡിഫൈ ചെയ്യാനുള്ള ഫിൽറ്റർ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇത് നിങ്ങൾ അഫക്റ്റ് ചെയ്യാനായിട്ട് പോകില്ല. ഈവൻ ഈ ടൈറ്റാനിയം ഡയോക്സൈഡ് കറുപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഫിൽറ്റർ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു ജേർണിയിലോട്ട് സൺസ്ക്രീൻ ജേർണിയിൽ മാനുഫാക്ചറിങ് എത്തുമ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡും സിങ്ക് ഓക്സൈഡും ഒക്കെ ഇടുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാറുണ്ട്. അതാണ് ഈ ഒരു ഗ്രേഷ് അപ്പിയറൻസ് കാരണം ബ്ലാക്ക് കളറായിട്ട് നമ്മുടെ സ്കിന്നിന് ഡള്ളായിട്ട് മാറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫോർമുലേഷനിൽ എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാർ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവർക്കൊന്നും ഫീൽ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൾനെസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിന്നാണ്, ബാരിയർ ഡാമേജ് ഉള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തതാണ് കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഈ ഒരു ബാരിയർ ബ്രൈറ്റ് സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ റിവ്യൂ ഒക്കെ കണ്ടു, പക്ഷെ ഇതിന്റെ പർപ്പിൾ കളർ ഇല്ലേ കാണിച്ച് ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഇത് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇതിനകത്ത് ഞാൻ സ്പീച്ചീസ് നോക്കിയിട്ടൊന്ന് പർപ്പിൾ കളർ കിട്ടത്തില്ല. കാരണം ഇത് എൻ്റെ ഹസ്ബൻഡിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സൺസ്ക്രീൻ. കാരണം ഒന്ന് ഇത് പർപ്പിൾ കളറാണ്, മാത്രമല്ല ഇത് പുള്ളിക്കാരൻ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയും എനിക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടാൻ തോന്നിക്കില്ല എന്ന്. കാരണം ഒരു വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. സോ അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ലൈക്ക് ഗെയിമി ടൈപ്പ് സാധനങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് ഈ പുള്ളി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് വൈറ്റ് കാസ്റ്റ് ഇടാനായിട്ട് പോകണില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു സൺസ്ക്രീൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അതേസമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ചില ആൾക്കാരുണ്ട് സൺസ്ക്രീൻ ഇടാൻ താല്പര്യം, കാരണം വൈറ്റ് കാസ്റ്റ് ഇടുന്ന പേടിയായിട്ട് സൺസ്ക്രീൻ ഇടാൻ നിങ്ങൾക്ക് എന്തൊക്കെ സൺസ്ക്രീൻ ഇട്ട് നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പ്രത്യേകിച്ചും ഡ്രൈ നോർമൽ സ്കിൻകാരാണെങ്കിൽ
നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതിനകത്തുള്ള UV ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതിന് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്. SPF 50 PA++ ഉണ്ട്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ആവോബെൻസോൺ, ഒക്ടിനോസൈറ്റ്, ഒക്ടോക്രിലിൻ, ഈ 5 UV ഫിൽറ്റേഴ്സുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ചെറുതായിട്ട് ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഫൈൻ, കാരണം ഇതൊരു ബ്ലൂബെറി സൺസ്ക്രീൻ ആണ്, ബെറി സൺസ്ക്രീൻ ആണെന്ന് പറഞ്ഞു ഒരു ബെറി ഫ്രാഗ്രൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം എനിക്ക് ഈ സൺസ്ക്രീൻ തോന്നില്ല. പെർഫ്യൂംസ്, ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാനും പറ്റും. ഇതായിരുന്നു ഞാൻ ടോപ്പ് 10 പറഞ്ഞ കുറച്ച് സൺസ്ക്രീൻസ്. ഇനി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 2 ഫിംഗർ റൂളിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സൺസ്ക്രീൻ മിനിമം SPF 15 PA++ അല്ലെങ്കിൽ 3+ ഉള്ള സൺസ്ക്രീൻ ആവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അകത്തിരുന്നാൽ പോലും നിങ്ങൾ SPF 50 എങ്കിലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ റീഅപ്ലിക്കേഷൻ മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് സ്റ്റിക്ക് സൺസ്ക്രീൻ അല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിങ്ങളുടെ മെയിൻ സൺസ്ക്രീൻ വെച്ച് തന്നെ റീഅപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ സൺസ്ക്രീൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെയായാലും ഇപ്പോഴത്തെ സമ്മർ സീസണിൽ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ 3 ടൈപ്പാണ് ഉള്ളത്: ഫിസിക്കൽ സൺസ്ക്രീൻ, കെമിക്കൽ സൺസ്ക്രീൻ, ഹൈബ്രിഡ് സൺസ്ക്രീൻ. ഫിസിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഒക്കെ യൂസ് ചെയ്യും. കെമിക്കൽ സൺസ്ക്രീനകത്ത് ആവോബെൻസോൺ, ഓക്സിബെൻസോൺ അല്ലെങ്കിൽ ഒക്ടോക്രിലിൻ ഇങ്ങനത്തെ പറയുന്ന കെമിക്കൽ ഫിൽറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് സൺസ്ക്രീൻ ഈ 2 ഫിൽറ്റേഴ്സും, അതായത് ഫിസിക്കൽ ഫിൽറ്റേഴ്സും കാണും, അതുപോലെ തന്നെ കെമിക്കൽ ഫിൽറ്റേഴ്സും കാണും. ഇതാണ് സൺസ്ക്രീൻസ് തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു ലിറ്ററലി സൺസ്ക്രീൻ സമ്മപ്പ് മാത്രമാണ്. കുറച്ച് റെക്കമെൻഡേഷൻസും പിന്നെ സൺസ്ക്രീൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് സൺസ്ക്രീനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് സൺസ്ക്രീൻ വീഡിയോസ്, അത് കണ്ടു നോക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സൺസ്ക്രീനെ പറ്റി സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം കമന്റ് ബോക്സിൽ പറയാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതിൻ്റെ റീസണും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലീസിന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും, തേഴ്സ്ഡേയും, സൺഡേസിലും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.